ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിനുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മുടെ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെങ്കിൽ കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രനായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനിലും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെന്നൊരു ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെന്നൊരു നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓരോരുത്തരും വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ായിട്ടുള്ള സമയം പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഗ്രഹങ്ങൾ അറിയാതെ ഇവിടെ ഒരു ചലനവും ഒന്നും ജീവിതത്തിൽ ഒരാൾക്കും സാധ്യമല്ല. കാരണം പല ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. 100% നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റി. ഇന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ ജീവിതത്തിൽ, ഇന്ന സമയത്ത് സാലറി ഹൈക്ക്, അങ്ങനെയൊക്കെ ഉള്ള A to Z പറയാനുള്ള സംവിധാനമുണ്ട്. ധനുരാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നക്ഷത്രാധിപനം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. ഇതിനകത്തെ നാളുകളെന്ന് വെച്ചാൽ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം മാത്രം. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂലത്തെ ഭരിക്കുന്നത് കേതുവാണ്, ചൊവ്വ കർമ്മയാണ്. അതുപോലെ പൂരാടത്തെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനാണ് ഇവരെ ഭരിക്കുന്നത്, ബുധകർമ്മയാണ്. അതുപോലെ ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് ഇവരെ ഭരിക്കുന്നത്, ഗുരുകർമ്മയാണ്. അപ്പൊ ഈ കർമ്മ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴത്തിന്റെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനെ, ബാങ്കിങ്, ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാനുള്ള കഴിവ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത്, താല്പര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മൂലത്തിന്റെ ആയിട്ടുള്ളത്. അതുപോലെ കേതു നിൽക്കുന്നതിന്റെ ഒരു ചെറിയൊരു മടി, അല്ലെ ചില ആൾക്കാർക്ക്
ചില ആൾക്കാർക്ക് നോക്കി ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഇച്ചിരി ചുരുണ്ടതായിട്ടിരിക്കാനുള്ള സാധ്യതകൾ, അതുപോലെ ചൊവ്വാടായിട്ടുള്ള ദേഷ്യം, പിടിവാശി, അതല്ലെന്നൊരു പോലീസ്, മിലിറ്ററി, ആർമി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇതേലെ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ നമുക്കിത് കൂട്ടി വായിക്കാൻ പറ്റും. അതുപോലെ പോരാടത്തെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനാണ്. അപ്പൊ ബുധകർമ്മ, അപ്പൊ ശുക്രന്റെ ആയിട്ടുള്ള ഒരു ആഡംബരം, അപ്പൊ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ എനർജി കൂടെയാണ്. പിന്നെ പക്ഷേ ബുധനുണ്ട്. ബുധൻ എന്ന കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. പ്രത്യേകിച്ച് അപ്പം ഫിലിം ഇൻഡസ്ട്രിയിലെ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്, അല്ലെങ്കിൽ ഈ വ്യാഴത്തിന്റെ ആയിട്ടുള്ള ബാങ്കിങ്, ഫൈനാൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റുകളോടൊക്കെ താല്പര്യം കൂടുതൽ കൂടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളെ കൂട്ടി വായിക്കാൻ പറ്റും. അതുപോലെ ഉത്തരാടത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ്, ഗുരുകർമ്മ. അപ്പോൾ സൂര്യന്റെ ആയിട്ടുള്ള ഒരു എനർജി അതോറിറ്റിയുടെ ഗ്രഹമാണ്, ലീഡർഷിപ്പിന്റെ ആണ്, ഈഗോയുടെ ഗ്രഹമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇത് ഗുരുകർമ്മ. അപ്പൊ ഈ കർമ്മ കാര്യങ്ങൾക്കനുസരിച്ചും ഇങ്ങനെ കാര്യങ്ങൾ, അപ്പൊ ആ ഒരു ഡിസിപ്ലിന് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാങ്കിങ്, ഫൈനാൻസ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ, എടുക്കാൻ, അങ്ങനെ അല്ലെന്നൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഒരു ഭവ്യത, വിനയം, ജൂപ്പിറ്ററിന്റെ ആയിട്ടുള്ളത്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് വരാനുള്ളൊരു സാധ്യതയാണ് മനസ്സിലാക്കുക. അതേമാതിരി നമുക്ക് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 3 സ്റ്റാറാണ്. അതുപോലെ ഇത് നോക്കിയാൽ ട്രാവൽ 3, വെൽത്ത് 3 സ്റ്റാർ, അതുപോലെ ലക്ക് 2 സ്റ്റാർ, റൊമാൻസ് 3 സ്റ്റാർ, പിന്നെ ഫൈനാൻസ് 2, പിന്നെ എഡ്യൂക്കേഷൻ അല്ലെന്നതിൽ ഈ പറഞ്ഞ സ്റ്റഡി 2 സ്റ്റാർ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളെ ആണ് സംഭവിക്കാനുള്ളത് എന്നുള്ള രീതിയിലൊന്ന് മനസ്സിലാക്കാം. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഈ വ്യാഴത്തിന്റെ പൊസിഷന്, ശുക്രന്റെ പൊസിഷനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല ഈ പറഞ്ഞ വ്യാഴത്തിന്റെ അടുത്ത് ശുക്രൻ കണക്ടിവിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സിറ്റുവേഷൻ വരത്തില്ല. ഒരു ആരോഗ്യമായിട്ട് ഒരു 10-67 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ, എടുക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസങ്ങൾ തിരിച്ചെടുക്കാൻ, അതുപോലെ ചില ആൾക്കാർക്ക് പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് വരാൻ, അപ്പൊ ചില ആൾക്കാർ ഒരു ഡിപ്രഷനിലെ അല്ലെങ്കിൽ ഒരു മൂഡ് ഔട്ടിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ആ നഷ്ടപ്പെട്ടതായിട്ടിരുന്നുള്ള ആ ഊർജ്ജസ്വലത തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള നല്ലൊരു കഴിവ്, മാത്രമല്ല നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള വളരെ സാധ്യത, പുതിയ ഗേൾഫ്രണ്ടിനെ വരാം. അതുപോലെ ഈ എന്തെങ്കിലും സ്പെക്കുലേറ്റീവ് ഗെയിം, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്നതിന് ഒരു ലാഭം, ഊഹക്കച്ചവടത്തിന് ലാഭം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില പ്രണയബന്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ പ്രണയബന്ധങ്ങളൊക്കെ തുറന്നു പറയാനും അങ്ങനെ ഒരു ആത്മസാക്ഷാത്കാരം ഉണ്ടാകാനൊക്കെ വളരെ അനുകൂലമാണ്. ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഫേവറബിളായിട്ട് വരാനൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ ഒരു മാസം. പ്രത്യേകിച്ച് 19-ാം തീയതിക്ക് മുമ്പ് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഈ ഒരു രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ, അതുപോലെ വിദേശമായിട്ട് ബന്ധപ്പെട്ട വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട് ആൾക്കാർക്ക്, അത് മാറാൻ, വിസയായിട്ടുള്ള പ്രോസസ്സ് നടക്കാൻ, ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മാറാൻ ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർ, ഫോറിൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ മാതിരി നല്ലതാണ്. ലോങ് ജേർണി ചെയ്യാൻ, അങ്ങനെ പല രീതിയിലുള്ള നല്ല ഉല്ലാസ യാത്രകൾ നടത്താൻ, വിദേശ യാത്രയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു ഹയർ സ്റ്റഡീസുമായിട്ട് IELTS ഇങ്ങനെയൊക്കെ എഴുതുന്നിരിക്കുന്ന ആൾക്കാർക്ക് അതിലൊക്കെ ഒരു പാസ്സാകാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുമായിട്ട് ഹയർ സ്റ്റഡീസുമായിട്ട് പോകാൻ, അതുപോലെ എന്തെങ്കിലും TCS ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം വരാനെടുക്കാനും ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ 19-ാം തീയതി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ ജോലിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. 19-ാം തീയതി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകേണ്ട ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, കിട്ടാതിരുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഈ 19-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലോണൊക്കെ കാര്യങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇഷ്യൂകളൊക്കെ മാറിയെടുത്ത് നല്ല കടമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കിട്ടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ KSFയുടെ ചിട്ടിയെ, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഇൻകം വരാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയാണ്. പിന്നെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ജോലി കിട്ടാൻ, എടുക്കാൻ, അതല്ലെന്നതിൽ നമുക്ക് ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്
ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്ത് നിന്ന് റെസ്പെക്ട് കിട്ടാൻ നല്ലൊരു നമുക്കൊരു ഒരു പ്രചോദനം തരാനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരിയിൽ അതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെ പൊളിറ്റിക്കലായിട്ടുള്ള കണക്ഷനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് ഫേവറബിൾ ആയിട്ട് വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ പല രീതിയിൽ ഇവർക്ക് ഈ ഒരു രാശിക്കാരെ പറ്റി അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഒരുപാട് പ്രൊഫഷണൽ ഗെയിൻ എന്തെങ്കിലും ബിസിനസ്സിനകത്തുനിന്നുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിനകത്തുനിന്ന് ഉയർച്ച, പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറുകളൊക്കെ കിട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്ന ആൾക്കാർക്ക് വിവാഹവും പുതിയ നല്ല വിവാഹാലോചനകൾ വരാനെടുക്കാനൊക്കെ നല്ല സമയങ്ങള്, ഹസ്ബൻഡ് വൈഫ് ഒക്കെ നല്ല സന്തോഷത്തോട് ജീവിക്കാന്, അതുപോലെ എന്തെങ്കിലും പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ പറഞ്ഞു തീർക്കാന്, പുതിയ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ചെയ്യാന്, അല്ലെന്നില്ല ഈ പാർട്ട്നേഴ്സിനെ ഇങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ മാരേജ് ചെയ്യുന്ന പോലെയാണ് ഗെറ്റിംഗ് എ ഗുഡ് പാർട്ട്ണർ ഇസ് ഗെറ്റിംഗ് എ ഗുഡ് വൈഫ്. നല്ലൊരു ഭാര്യയെ കിട്ടുന്നതിന് തുല്യമാണ് നല്ലൊരു പാർട്ട്ണറെ കിട്ടുന്നത്. അതുകൊണ്ട് ഈവൻ ബർത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പോലും ചെയ്യുമ്പോൾ ബർത്തിയായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നുള്ള ഒരു ജസ്റ്റ് ഒരു സജഷൻ തരുക. അപ്പൊ അത് മാരേജും ബിസിനസ്സും എല്ലാം ഈ അലൈനായിട്ടുള്ള നിൽക്കുന്നതാണ്. അപ്പം ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വിവാഹബന്ധം ഉണ്ടാകാനേ ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പം വിദേശത്തൊക്കെ ഉള്ള ഹസ്ബൻഡ് വൈഫൊക്കെ കണ്ടുമുട്ടാനെടുക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീട് പണി തുടങ്ങാന്, വീട് പണി പുനരാരംഭിക്കാന്, അതുപോലെ പുതിയ വീടിന് തറക്കല്ലിടാന്, അതുപോലെ വീട് മോടി പിടിപ്പിക്കാന്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ വരാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീട്ടിൽ നല്ല മംഗളകർമ്മങ്ങൾ നടക്കാനും, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പൊ റിയൽ എസ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള നമുക്ക് ഉയർച്ച, അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കകത്തുനിന്ന് ഒരു വരുമാനം വരാന്, ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ റബ്ബറൊക്കെ കാണും, വെട്ടിവിറ്റിട്ട് അതിൽ നിന്നൊരു വരുമാനം വരാന്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പല ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങള്. അതുപോലെ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വണ്ടി ബോഡി പിടിപ്പിക്കാന്, പുതിയ വണ്ടി വാങ്ങിക്കാന്, വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാന്, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള